നമസ്കാരം. പശ്ചിമേഷ്യയെ മാസങ്ങളായി തീയിലരിച്ചുകൊണ്ടിരുന്ന യുദ്ധമേഖലകൾക്കിടയിൽ ഇപ്പോൾ ഒരു പുതിയ ശബ്ദം കേൾക്കാൻ തുടങ്ങുകയാണ്. സമാധാനത്തിന്റെ ശബ്ദം. ഒരിക്കൽ അവസാനം വരെ പോരാടുമെന്ന കടുത്ത നിലപാടിലുണ്ടായിരുന്ന അമേരിക്കയും ഇറാനും ഇന്ന് വീണ്ടും ചർച്ചാ മേശയിലേക്ക് തിരിയുകയാണ്. ഹോർമൂസ് കടലിടുക്ക്, ആണവ പദ്ധതി, ഉപരോധങ്ങൾ, സൈനിക നീക്കങ്ങൾ, ലോകത്തെ വിറപ്പിച്ച എല്ലാ വിഷയങ്ങളും ഇപ്പോൾ യുദ്ധഭൂമിയിലല്ല നയതന്ത്ര ചർച്ചകളിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാവുകയാണ്. യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല. പക്ഷേ യുദ്ധം അവസാനിക്കാമെന്ന പ്രതീക്ഷ ആദ്യമായി ഇത്ര ശക്തമായി ഉയർന്നു വരുന്നു. മധ്യസ്ഥനായ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ഇറാനിലെത്തി ചർച്ചകൾ തുടരുന്നതോടെ വെടിനിർത്തൽ പ്രതീക്ഷയുണ്ട് എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വ്യക്തമാക്കി കഴിഞ്ഞു. കരാറിൽ തൃപ്തിയില്ല എങ്കിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വേറെ വഴി തേടുമെന്നും റൂബിയോ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ടോൾ പിരിവ് തുടർന്നാൽ കരാറിന്റെ കാര്യം ബുദ്ധിമുട്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ ചില നല്ല സൂചനകളുണ്ട്. എന്നാൽ അമിതമായ ശുഭാപ്തി വിശ്വാസം ഞാൻ പ്രകടിപ്പിക്കുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. എന്നാൽ US വാദം ഇറാൻ തള്ളിക്കളഞ്ഞു. അമേരിക്കയുമായി യാതൊരു ഉടമ്പടിയിലും എത്തിയിട്ടില്ല. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറഞ്ഞു എന്നൊരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോടാണ് വെളിപ്പെടുത്തിയത്. സമ്പുഷ്ടീകരിച്ച യുറേനിയവും ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണവും ഇപ്പോഴും തർക്ക വിഷയങ്ങളായി തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. മാസങ്ങളായി തുടരുന്ന ഏറ്റുമുട്ടലുകൾ അമേരിക്കയ്ക്കും ഇറാനും വലിയ സാമ്പത്തികവും സൈനികവുമായ സമ്മർദ്ദമാണ് സൃഷ്ടിച്ചത്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞതോടെ ലോക എണ്ണ വിപണി വരെ തകർച്ചയുടെ വക്കിലെത്തി. എണ്ണവില കുതിച്ചു. ആഗോള വ്യാപാരം തടസ്സപ്പെട്ടു. യുദ്ധം നീണ്ടാൽ അതിന്റെ ആഘാതം അമേരിക്കയുടെയും ഇറാന്റെയും അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങില്ല എന്ന് ലോകശക്തികൾക്ക് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥതയ്ക്കായി രംഗത്തിറങ്ങിയത്. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം അമേരിക്ക തന്റെ ചില കടുത്ത ആവശ്യങ്ങളിൽ മൃദുവായ സമീപനം സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇറാനും സമാധാന ചർച്ചകൾക്ക് പൂർണ്ണമായും വാതിൽ അടച്ചിട്ടില്ല. യുറേനിയം സമ്പുഷ്ടീകരണം താൽക്കാലികമായി നിർത്തിവെക്കുക, ഉപരോധങ്ങളിൽ ഇളവ് നൽകുക, ഹോർമൂസ് വീണ്ടും തുറക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ചർച്ചയിലെ പ്രധാന വിഷയങ്ങളായി മാറിയിരിക്കുകയാണ്. അതേസമയം ഇറാൻ ഇപ്പോഴും തങ്ങളുടെ ദേശീയ അഭിമാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ തന്നെ തുടരണമെന്ന നിലപാട് ഇറാൻ ആവർത്തിക്കുമ്പോഴും നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പകരം ചർച്ചകൾ തുടരാൻ താല്പര്യമുണ്ടെന്ന സന്ദേശവും അവർ നൽകുന്നു. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ഏറ്റവും വലിയ മാറ്റം. കുറച്ചാഴ്ചകൾക്ക് മുൻപ് പരസ്പരം മിസൈലുകൾ പ്രയോഗിച്ചിരുന്ന രാജ്യങ്ങൾ ഇന്ന് പരസ്പര നിർദ്ദേശങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിന് പകരം കരാർ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുതിയ സൈനികാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതും അതിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധം തുടരുകയാണെങ്കിൽ അത് അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ ഭാവിയിലും തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവും US-ലുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രയേലിനും ഇതൊരു നിർണായക ഘട്ടമാണ്. നീണ്ടുനിൽക്കുന്ന യുദ്ധം സുരക്ഷ ഉറപ്പാക്കുന്നതിനേക്കാൾ പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണെന്ന ആശങ്ക ഇസ്രയേൽ രാഷ്ട്രീയത്തിനകത്തും ശക്തമാവുകയാണ്. പശ്ചിമേഷ്യൻ തുടർച്ചയായ അസ്ഥിരത ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിന് പകരം ഒരു നിയന്ത്രിത ധാരണയിലേക്കുള്ള നീക്കങ്ങൾ ഇനി കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. അതെ, തീ പൂർണ്ണമായി അണഞ്ഞിട്ടില്ല. ആകാശത്ത് ഇപ്പോഴും യുദ്ധവിമാനങ്ങളുടെ നിഴൽ കാണാം. പക്ഷെ അതിനിടയിലൂടെ തന്നെ സമാധാനത്തിന്റെ വെളിച്ചവും കടന്നു വരുന്നു. ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിയ ഈ സംഘർഷം ഒടുവിൽ നയതന്ത്രത്തിന്റെ മേശയിൽ അവസാനിക്കുമോ എന്ന ചോദ്യത്തിനാണ് ഇനി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഒരു പക്ഷേ ചരിത്രം പറയാൻ പോകുന്നത് ഇതായിരിക്കാം: ആയുധങ്ങൾ അവസാനിപ്പിക്കാനാകാത്ത ഒരു യുദ്ധം ഒടുവിൽ സംഭാഷണങ്ങളാണ് അവസാനിപ്പിച്ചത് എന്ന്.